ഹായ് എവരി വൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SBIയിലൂടെ എങ്ങനെയാണ് നമുക്കൊരു മോട്ടോർ ഇൻഷുറൻസ് ചെയ്യാമെന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ ഡിജിറ്റൽ സേവാ പോർട്ടൽ ലോഗിൻ ചെയ്യുന്നു. ഇതിൽ നമ്മൾ SBIയിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. അതിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് വല്ല VLEയും ഇനി SBI ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റ് സ്ക്രീനോ മറ്റേ എറർ വരാണെങ്കിൽ എക്സാം പാസ്സായ ഒരാൾ SBIയിലൂടെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരാണെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് അവർ നിർബന്ധമായിട്ടും CSC പോർട്ടൽ റിഫ്രഷ് ചെയ്യേണ്ടതാണ്. CSC പോർട്ടൽ റിഫ്രഷ് ചെയ്യുക. ഇവിടെ വലതു ഭാഗത്ത് ഈ കാണുന്ന പച്ച ഐക്കണാണ് റിഫ്രഷ് കോൺഫിഗറേഷൻ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് CSC പോർട്ടൽ റിഫ്രഷ് ചെയ്യേണ്ടത്. അങ്ങനെ റിഫ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറയുന്നത് പോലെ SBI ജനറലിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിൻ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. സോ SBIയിലേക്ക് എങ്ങനെ കയറാം, ലോഗിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഇടത് ഭാഗത്ത് മുകളിൽ സെർച്ച് ബട്ടണിൽ SBI എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹെൽത്ത്, POS, റാപ്പ്, അതുപോലെ ഇൻഡിവിജ്വൽ പേഴ്സണൽ ആക്സിഡന്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, SBIയുടെ പോർട്ടലിലേക്ക് കയറും. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇൻഷുറൻസ് എന്നുള്ള നമുക്ക് ഇതാ ഗവൺമെന്റ്, ഇലക്ട്രിസിറ്റി ഇൻഷുറൻസ്, ഇതിൽ ഈ ഇൻഷുറൻസ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ന്യൂ ബിസിനസിന്റെ താഴെയായിട്ട് മോട്ടോർ കോംപ്രഹെൻസീവ്, മോട്ടോർ തേർഡ് പാർട്ടി ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കോംപ്രഹെൻസീവ് ക്ലിക്ക് ചെയ്താൽ കോംപ്രഹെൻസീവ് അതായത് ഫുൾ കവർ തന്നെയാണ് ആവും എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മറിച്ച് ആ പോർട്ടൽ കയറിയതിന് ശേഷമാണ് നമ്മൾ തേർഡ് പാർട്ടി ആണോ കോംപ്രഹെൻസീവ് ആണോ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മോട്ടോർ തേർഡ് പാർട്ടി ക്ലിക്ക് ചെയ്താലും കോംപ്രഹെൻസീവ് ക്ലിക്ക് ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ തേർഡ് പാർട്ടി ആണോ കോംപ്രഹെൻസീവ് ആണോ എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ പോർട്ടൽ ലോഗിൻ ചെയ്തതിന് ശേഷമാണ്. സോ ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, SBIയുടെ കോംപ്രഹെൻസീവ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വലതു ഭാഗത്ത് മുകളിലായിട്ട് നമുക്ക് SBI എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടെണ്ണം കാണാൻ സാധിക്കും. മോട്ടോർ കോംപ്രഹെൻസീവ് POS എന്നും മോട്ടോർ കോംപ്രഹെൻസീവ് റാപ്പ് എന്നും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. റാപ്പ് എഴുതിയവർ റാപ്പ് തന്നെ ക്ലിക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ മോട്ടോർ കോംപ്രഹെൻസീവ് റാപ്പിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. റാപ്പോ POS ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഹിയർ കൊടുക്കുന്നു. ക്ലിക്ക് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വിൻഡോ ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ CSC ID പിന്നെ പാസ്വേഡും അടിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുന്ന വിൻഡോ ഇങ്ങനെയായിരിക്കും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ 4 വീലർ ആണോ, 2 വീലർ ആണോ, ഗുഡ്സ് ക്യാരിങ് ആണോ, പാസഞ്ചർ ക്യാരിങ് ആണോ, അതുപോലെ ഹെൽത്ത് ആണോ, എല്ലാം നമുക്ക് ഇവിടെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു 4 വീലർ തേർഡ് പാർട്ടി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 4 വീലർ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് 2 വീലർ ആവശ്യമുള്ളവർക്ക് 2 വീലർ ക്ലിക്ക് ചെയ്യാം. 4 വീലർ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെൽ നൗ ഓപ്പൺ ആയി വരും. സെൽ നൗ ക്ലിക്ക് ചെയ്യുന്നു. സെൽ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണുന്ന വിൻഡോ ഇങ്ങനെയാണ്. ഓട്ടോമാറ്റിക്കലി എല്ലാ കോഡും ഫിൽഡ് ആണ്, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് അടുത്ത വിൻഡോ ആണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ ന്യൂ കസ്റ്റമർ ഉണ്ട്, റോൾ ഓവർ കസ്റ്റമർ ഉണ്ട്. ഈ ന്യൂ കസ്റ്റമർ എന്ന് വെച്ചാൽ ബൈ മിസ്റ്റേക്കിൽ എല്ലാവരും സെലക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. കാരണം നിങ്ങൾ ചെയ്യാത്ത കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു കസ്റ്റമർ പുതിയ കസ്റ്റമർ ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് നിങ്ങൾ ന്യൂ കസ്റ്റമർ കൊടുക്കുന്നത്. ആക്ച്വലി ന്യൂ കസ്റ്റമർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇഫ് യുവർ കസ്റ്റമർ വിഷ് ടു ബൈ പോളിസി ഫോർ എ ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ. അതായത് നമ്മുടെ ഷോറൂമിൽ ഇറങ്ങുന്ന ആ പുതിയ വണ്ടിക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഇത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇതല്ല വേണ്ടത്, മറിച്ച് റോൾ ഓവർ ആണ്. അപ്പൊ ഏത് കസ്റ്റമർ വന്നാലും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് റോൾ ഓവർ ആണ്. പുതിയൊരു വണ്ടി വാങ്ങുന്നവർക്ക് മാത്രമേ ഉള്ളൂ ന്യൂ കസ്റ്റമർ, അതല്ലെങ്കിൽ നമ്മൾ റോൾ ഓവർ ആണ്. റോൾ ഓവർ ക്ലിക്ക് ചെയ്യാം. റോൾ ഓവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആനുവൽ പാക്കേജ് ഉണ്ട്, ആനുവൽ ലാബിലിറ്റി ഉണ്ട്, സ്റ്റാൻഡ് അലോൺ ഓൺ ഡാമേജ് ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്നുകിൽ ഫുൾ കവർ, അതല്ലെങ്കിൽ കോംപ്രഹെൻസീവ്, അതല്ലെങ്കിൽ പാക്കേജ്. ഇങ്ങനെ മൂന്നായിട്ട് ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിന്റെയും ഉദ്ദേശം അത് ഫുൾ കവർ തന്നെയാണ്. അതിനെ 3 രീതിയിൽ അറിയപ്പെടുന്നു മാത്രം. മറ്റു പേരുകളുമായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഫേമസ് ആയിട്ടുള്ളത് ഈ 3 പേരാണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയെ 3 ആയിട്ട് തന്നെയാണ് തരംതിരിക്കുന്നത്. ലാബിലിറ്റി എന്ന് പറയും, ആക്ടോൾ എന്ന് പറയും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി പോളിസി എന്ന് പറയും. ഇങ്ങനെ 3 ആണെങ്കിലും ഉദ്ദേശം അത് തേർഡ് പാർട്ടിയാണ്. ഫുൾ കവർ, കോംപ്രഹെൻസീവ്, പാക്കേജ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 3 ആണെങ്കിലും ഉദ്ദേശം ഫുൾ കവർ തന്നെയാണ്, അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് പോളിസി തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തേർഡ് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആനുവൽ ലാബിലിറ്റി പോളിസിയാണ്. ഓക്കെ, ലാബിലിറ്റി പോളിസി സെലക്ട് ചെയ്ത് ദെൻ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ പേരിലാണ് വണ്ടിക്ക് നമ്മൾ കോർപ്പറേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇൻഡിവിജ്വലിന്റെ പേരിലാണ് RC എങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇൻഡിവിജ്വൽ ആണ്.
ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ ടൈപ്പ് ആണ്. ഇവിടെ റെഗുലർ ഉണ്ട്, ഭാരത് ഉണ്ട്. സോ നമ്മൾ സെലക്ട് അത് ഓട്ടോമാറ്റിക്കലി റെഗുലർ ആണ്, ഭാരത് സീരീസ് നമ്മുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ റെഗുലർ തന്നെയാണ് സെലക്ട് ആയിട്ട് വന്നത്. ദെൻ ഇവിടെ വെഹിക്കിൾ നമ്പർ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. വെഹിക്കിൾ നമ്പർ ഓരോന്നും ഓരോ കോളത്തിലാണ് അടിക്കേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ വെഹിക്കിൾ നമ്പർ അടിക്കുകയാണ്. ദെൻ വെഹിക്കിൾ നമ്പർ അടിച്ചതിന് ശേഷം ഫെച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇവിടെ ഫെച്ച് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ RC നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ RCയിലൂടെ വന്നത് കൃത്യമാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആദ്യം വെരിഫൈ ചെയ്യണം. ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇൻ കേസ് നിങ്ങൾ ഫെച്ച് ചെയ്തപ്പോൾ ഇവിടെ വന്ന ഡീറ്റെയിൽസ് തെറ്റാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഡോണ്ട് നോ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് മാനുവൽ ആയിട്ട് എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. എന്നാൽ അതല്ല, ചില സമയങ്ങളിൽ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ വരില്ല. ആ സമയത്ത് നമ്മൾ ഇവിടെ ഡോണ്ട് നോ വെഹിക്കിൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് മാനുവൽ ആയിട്ട് വെഹിക്കിൾ നമ്പർ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡാറ്റ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും RCയുമായിട്ട് നിങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്യണം ഈ വന്ന ഡാറ്റ ശരിയാണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്ന ഡാറ്റ ശരിയാണ്, കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് വെഹിക്കിൾ മോഡൽ. അപ്പോൾ ഈ വണ്ടിയുടെ മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ വണ്ടിയുടെ മോഡൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ഫ്യൂവൽ ടൈപ്പ് ഇത് വെഹിക്കിളിന്റെ മോഡൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം ഈ വെഹിക്കിൾ ഡീസൽ തന്നെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡീസൽ വന്നു. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഡീസൽ സെലക്ട് ചെയ്താലും മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, RTO സെലക്ട് ചെയ്യുന്നു. RTO സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെ പ്രീവിയസ് പോളിസി ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ബാക്കിയുള്ള ഓട്ടോമാറ്റിക്കലി എല്ലാം രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഏത് കോളത്തിലാണ് ഡീറ്റെയിൽസ് വരാത്തത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യാൻ വേണ്ടത്. താഴെ പിന്നെ പ്രീവിയസ് പോളിസി ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. പ്രീവിയസ് പോളിസി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് വലിയ പ്രോബ്ലം ഇല്ല. ഉണ്ടെങ്കിൽ നമ്മൾ യെസ് കൊടുത്തിട്ട് പ്രീവിയസ് പോളിസി ഡീറ്റെയിൽസ് ഇവിടെ ചെയ്യാം. അതിലെന്താണ് പ്രീവിയസ് പോളിസി, ആനുവൽ പാക്കേജ് ആണോ, ലാബിലിറ്റി ആണോ, ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ പ്രീവിയസ് പോളിസി ഇദ്ദേഹത്തിന്റെ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ നോ കൊടുത്തിട്ട് പ്രൊസീഡ് പോകുന്നു. പ്രൊസീഡ് പോകുമ്പോൾ അടുത്ത കോളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിന്റെ കാൽക്കുലേറ്റ് പ്രീമിയം ആണ്. ഓട്ടോമാറ്റിക്കലി പ്രീമിയം വന്നിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് പി ഓണർ കവർ അടക്കമാണ് ഇതിന്റെ പ്രീമിയം വരിക. ഇത് 2500 ഏകദേശം 2500 CC ആയതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ TP പ്രീമിയം ഇത്ര വരുന്നത്. ദെൻ നമ്മൾ കാൽക്കുലേറ്റ് പ്രീമിയം കൊടുക്കുന്നു. കാൽക്കുലേറ്റ് പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കാണുന്നത് ഇങ്ങനെയാണ്. ഒന്നുകിൽ നമുക്ക് നേരിട്ട് കോട്ട് പ്രൊപ്പോസൽ കൊടുക്കാം, ബട്ട് ഏറ്റവും ബെസ്റ്റ് സേവ് കോട്ട് കൊടുത്തതിന് ശേഷം സേവ് കോട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം കോട്ട് പ്രൊപ്പോസൽ പോകുന്നതാണ്. കാരണം ഇൻ കേസ് ഇനി നിങ്ങൾ എന്തെങ്കിലും സിസ്റ്റം എററോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ കാര്യങ്ങൾ മുഴുവനും വീണ്ടും അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി CSCയുടെ പോർട്ടലിൽ തന്നെ കോട്ട് എടുക്കാൻ സാധിക്കും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ സേവ് കോട്ട് കൊടുത്തു. ദെൻ കോട്ട് പ്രൊപ്പോസൽ കൊടുക്കുക. കോട്ട് പ്രൊപ്പോസൽ കൊടുത്തതിന് ശേഷം ഇവിടെ ഇദ്ദേഹത്തിന് പാൻ നമ്പർ യെസ് ആണ്. പാൻ നമ്പർ ഉണ്ടെങ്കിൽ പാൻ നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. പാൻ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നോ കൊടുക്കുന്നു. ഓക്കെ, നോ കൊടുത്തതിന് ശേഷം അപ്പോൾ ഇവിടെ ആധാർ ഉണ്ട്. ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ആധാർ യെസ് കൊടുത്തിട്ട് ആധാരത്തെ ലാസ്റ്റ് 4 ഡിജിറ്റ് കൊടുക്കുക. ആധാർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, 4 ഡിജിറ്റ് കൊടുക്കുക. ആധാറിൽ എന്താണ് പേര് അത് കൊടുക്കുക. ജെൻഡർ, മൊബൈൽ നമ്പർ കൊടുത്ത് ഫെച്ച് കൊടുക്കുക. ചില സമയങ്ങളിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡീറ്റെയിൽസ് വരും. അങ്ങനെ ഡീറ്റെയിൽസ് വരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് എന്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നീട് നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് പാൻ യെസ് കൊടുത്തിട്ടും ആധാർ യെസ് കൊടുത്തിട്ടും ഡാറ്റ വന്നിട്ടില്ലെങ്കിൽ എല്ലാം നോ കൊടുത്തിട്ട് മാനുവലി ആണ് നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ എല്ലാം നോ ആണ് ഞാൻ കൊടുത്തത്, കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്. സോ മാനുവലി ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. ആദ്യം കൺട്രി സെലക്ട് ചെയ്യുന്നു, ദെൻ സിറ്റി സെലക്ട് ചെയ്യുന്നു. സിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഇവിടെ സെലക്ട് ചെയ്യുന്നത് ആധാർ ആണ്. ഓക്കെ, ജസ്റ്റ് ആധാർ അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആധാർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, JPEG ഫോർമാറ്റ് ആണ് ആയിരിക്കണം. അതല്ലെങ്കിൽ ക്ലിയർ ഉള്ള PDF ആയിരിക്കണം. JPEG നോട്ട് JPEG ഫോർമാറ്റ് ആയിരിക്കണം. അവിടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആധാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫിക്കേഷൻ ലാസ്റ്റ് 4 ഡിജിറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആധാർ ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് 4 ഡിജിറ്റ് ആധാറിലുള്ള പോലെ തന്നെയാണെന്ന്. ദെൻ അതിനുശേഷം RC ഓണറുടെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവരുടെ റിലേഷൻഷിപ്പ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് ഫാദർ, മദർ, സ്പൗസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാവുന്നതാണ്.
കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നെയിം മാൻഡേറ്ററി ആട്ടോ കൊടുത്തു. അതിനുശേഷം പിന്നീട് കസ്റ്റമറുടെ ഓട്ടോമാറ്റിക്കലി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആധാർ അപ്ലോഡ് ചെയ്തപ്പോൾ ആധാറത്തെ ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് വന്നതാണ്. ഇവിടെ കസ്റ്റമറുടെ എന്ത് ചെയ്യുക, ഫോൺ നമ്പർ ആഡ് ചെയ്യുക, കസ്റ്റമറുടെ ഇമെയിൽ ID നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം ലൊക്കാലിറ്റി നിങ്ങൾ അതിന് അഡ്രസ്സ് ഫില്ലാണ് ചെയ്യേണ്ടത്. അഡ്രസ്സ് ഞാൻ ഇപ്പോൾ ഒരു പിന്നെ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ ദെൻ പിൻകോഡാണ്. ഇവിടെ പിൻകോഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിൻകോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് താഴെ അതിന്റെ ഡീറ്റെയിൽസ് വരും. അവിടുന്ന് അത് സെലക്ട് ചെയ്യാണ് വേണ്ടത്. അത് സെലക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അടുത്ത ഓട്ടോമാറ്റിക്കലി സിറ്റി എല്ലാം വരുള്ളൂ. അല്ലാതെ നേരെ നമ്മൾ പിൻകോഡ് അടിച്ച് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഒരു പിൻകോഡ് അടിച്ചു, താഴെ പിൻകോഡ് വന്നു, അത് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിറ്റി ആൻഡ് സ്റ്റേറ്റ് വന്നു. ഓക്കെ, പാൻ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, മറ്റേ കൊടുത്തില്ല എന്ന് വെച്ചിട്ട് പ്രോബ്ലം ഒന്നുമില്ല. ദെൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്തു, ഡാറ്റ സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് വന്നു. ദെൻ റിലേഷൻഷിപ്പ് ആണ്. റിലേഷൻഷിപ്പ് കൊടുക്കുമ്പോൾ നോമിനി കൊടുക്കുമ്പോൾ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സെൽഫ് തന്നെ കൊടുത്തു. സെൽഫ് കൊടുത്താൽ എൻ്റെ ഡാറ്റ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഇവിടെ വരുന്നതാണ്. അതിനുശേഷം വെഹിക്കിൾ ഐഡന്റിഫയർ ആണ്. ചേസസ് നമ്പർ, എഞ്ചിൻ നമ്പർ ഒന്നും കൂടി നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്യുക. വെഹിക്കിൾ നമ്പർ ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. അതിനുശേഷം EI അക്കൗണ്ട് ആണ്. EI അക്കൗണ്ട് നമുക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നോ കൊടുക്കുന്നു. നോ കൊടുത്തതിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്യാൻസൽ വന്നിരിക്കുന്നു. അവിടെ ഒന്നും നമ്മളൊന്നും തിരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ഡോക്യുമെന്റ് അപ്ലോഡ് മാൻഡേറ്ററി അല്ല, ഓപ്ഷനിലാണ്. നെക്സ്റ്റ് പേജിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡോക്യുമെന്റ് എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഓപ്ഷനിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഐ ഹിയർ ബൈ സെലക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, പ്രൊപ്പോസൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും. കുറച്ച് താഴോട്ടേക്ക് വരുന്നു. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോം 60 നിങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യണം. കാരണം പാൻ ഇല്ലാത്തൊരു ഫോം 60 മാൻഡേറ്ററി ആണ്. അപ്പോൾ ഫോം 60 ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. SBI ജനറൽ ഫോം 60 ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും ഫോം 60. പക്ഷേ ഈ ഫയൽ എപ്പോഴും 3 MB മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫയൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തിട്ട് 2 MB താഴെയാക്കണം. കാരണം ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഫയലുകൾ മുഴുവനും 2 MB താഴെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3 MB മുകളിലാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ പിന്നെ ഫയൽ സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് 2 MB താഴെയാക്കുന്നു. 2 MB താഴെയാക്കിയതിന് ശേഷം ഈ ഫോം 60 ക്ലിക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫോം 60 നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം കൺഫേം ഡീറ്റെയിൽസ് കൊടുക്കുക. കഴിഞ്ഞു. KYC വളരെ ഈസിയാണ്. KYC പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് സെൻഡ് പ്രൊപ്പോസൽ ലിങ്ക് ആണ്. അപ്പോൾ സെൻഡ് പ്രൊപ്പോസൽ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മൊബൈൽ നമ്പർ ഇമെയിൽ ID ആണോ കൊടുത്തത് ആ മൊബൈൽ നമ്പറിലേക്കോ ഇമെയിൽ IDയിലേക്കോ എന്ത് വരും, ഒരു OTP വരുന്നതാണ്. ആ OTP പിന്നെ വന്നതിന് ശേഷം ആ OTP നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. OTP മീൻസ് ആപ്പ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡാണ് വരിക, 4 അക്കം. ആ 4 അക്കം ഏതാണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത പ്രോസസ്സിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ OTP വെരിഫൈഡ് നോ എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ ജസ്റ്റ് ഒരു 4 അക്കം അടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആ 4 അക്കം നിങ്ങൾ കൊടുത്ത മൊബൈലിലേക്കോ ഇമെയിലിലേക്കും വന്നിട്ടുണ്ടാവും. രണ്ടും ഒരേ ആപ്പ് കോഡ് തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആപ്പ് കോഡ് ഇവിടെ അടിക്കുക. ദെൻ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇവിടെ കണ്ടിന്യൂ ടു പേ എന്നുള്ള ഇത് എനേബിൾ ആവുള്ളൂ. അതുവരെ ഇവിടെ ഒരു ഡിസേബിൾ ആയിട്ടാണ് ഇത് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ദെൻ കണ്ടിന്യൂ ടു പേ ഔട്ട്കം ആസ് യൂഷ്വൽ. നിങ്ങൾ CSCയുടെ സാധനം സെലക്ട് ചെയ്യുന്നു. CSC അവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ദെൻ CSCയുടെ വാളറ്റിൽ നിന്ന് ഫണ്ട് ഡെബിറ്റ് ആവും. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു, CSCയുടെ വാളറ്റിൽ പാസ്വേഡ് അടിക്കുന്നു. ദെൻ വാളറ്റ് പിൻ അടിക്കുന്നു. ഇത്രയും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പോർട്ടലിൽ എന്ത് ചെയ്യാൻ സാധിക്കും, പോളിസി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ വളരെ ഈസിയാണ്. പിന്നെ SBIയുടെ ഒരു പോളിസി CSCയിലൂടെ എടുക്കാം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.